സഖാവ് എം.എ. ബേബിയെ പോലെ തിണ്ണനിറങ്ങുകയാണ് കെ.സി. വേണുഗോപാലും. അപ്പോൾ ഇത് യു.ഡി.എഫ് ക്യാമ്പിൽ ഒരു ഉണർവുണ്ടാക്കും. ഈ തിണ്ണനിറങ്ങുന്നത് കൊണ്ട് ഈ നേതാക്കളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? UDF തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു 5 or 6 മുഖ്യമന്ത്രിമാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മുന്നണിയാണ് UDF. ശ്രീ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ശ്രീ ശശി തരൂർ, ശ്രീ കെ.സി. വേണുഗോപാൽ, പിന്നെ വരാനിരിക്കുന്ന ആളുകൾ. അങ്ങനെ നിരവധി മുഖ്യമന്ത്രി മോഹിമാരുടെ ഒരു കൂട്ടമായി UDF പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിൽ ആർക്കെതിരെ ആരെ ചവിട്ടണം എന്നുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് UDFൻ്റെ നിലവിലെ പോക്ക്. അവരാരും മോശക്കാരല്ല. ഇവരെല്ലാം കേരളത്തിലെ മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും UDFൻ്റെ മുതിർന്ന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കന്മാരും ഒക്കെ ആയിരുന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ UDF കാണുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നിലവിൽ ശ്രീ വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് UDFൻ്റെ ഒരു സിസ്റ്റം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായി അടുത്ത മുഖ്യമന്ത്രി ഓപ്ഷൻ എന്നുള്ളത് വി ഡി സതീശനിലേക്കാണ് വരേണ്ടത്. പക്ഷെ ഇപ്പോഴും UDF നേതാക്കന്മാരാണെങ്കിലും ശ്രീ കെ.സി. വേണുഗോപാലാണെങ്കിലും ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും ഒക്കെ അവരാരും അടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിലവിൽ ഇതേവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഒരു നാച്ചുറൽ ഓപ്ഷൻ എന്നുള്ള നിലക്കാണ് UDF അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള സിസ്റ്റത്തിലേക്ക് വരുന്നത്. ഇവിടെ ശ്രീ കെ.സി. വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ്, UDFലെ ഗ്രൂപ്പ്, അത് കുറച്ചുകൂടി ശക്തമായി ഇതിലെ ഉൾപാർട്ടി പൊളിറ്റിക്സിനകത്തേക്ക് ഇടപെടുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFലെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പല പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളുടെയും ആകത്തുകയായി വാർത്താമാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതും പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നത്. കെ.സി. അടുത്ത വെടിപൊട്ടിക്കുകയും ചെയ്തു. കെ.സി. വേണുഗോപാൽ പറഞ്ഞത്, അതായത് മത്സരിച്ച് പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പദവിയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ശരിക്കും നേരിട്ട് ഒരു വെടി സതീശൻ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്തോട്ട് അത് ശ്രീ സതീശനെ കുറിച്ച് മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ബാക്കി ആളുകളെ കുറിച്ച് മുഴുവനുണ്ട്. എന്ന് പറഞ്ഞാൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ ചുമതല ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ MLA ആവാൻ വേണ്ടി വരുന്നവരൊന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് അതിനു വേണ്ടി വരേണ്ടതില്ല. മുഖ്യമന്ത്രി ആകാൻ വരുന്നവരും മന്ത്രിമാരാകാൻ വരുന്നവരൊന്നും അതിനു വേണ്ടി വരേണ്ടതില്ല. ഇതൊരു മുൻധാരണ കൊടുക്കലാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഞാൻ തീരുമാനിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ എന്ന് പോലുമല്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് പറവൂരില് വി ഡി സതീശൻ പരാജയപ്പെട്ടേക്കും എന്നുള്ളൊരു കിംവദന്തികൾ വരുന്നുണ്ട്. അത് മത്സരത്തിന് ശേഷമേ നമുക്കറിയാൻ കഴിയും. എങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യങ്ങൾ വരുന്നുണ്ട്, അന്തരീക്ഷത്തിലുണ്ട് ഇതൊക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നേരിട്ടുള്ള വടി എന്ന് പറയുന്നത് സതീശൻ നേരത്തെ LDF ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടിട്ടുണ്ട്. ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു ഘട്ടത്തിൽ മാരാരിക്കുളത്ത് അദ്ദേഹം പരാജയപ്പെട്ടു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റ് മുന്നണികളോ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോ ആയിരുന്നില്ല. ശ്രീ VS അച്യുതാനന്ദൻ പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ മറഞ്ഞു പോയി എന്നുള്ളതാണ്. ഏതാണ്ട് സമാനമായൊരു സാഹചര്യമാണ് പറവൂരിൽ വരാൻ വേണ്ടി പോകുന്നത്. പറവൂരിൽ മാത്രമല്ല, മുഖ്യമന്ത്രി മോഹികളായി UDFൽ മത്സരിക്കാൻ പോകുന്ന ഓരോരുത്തരും ഈ തെരഞ്ഞെടുപ്പിൽ 2 വട്ടം ആലോചിക്കണമെന്നാണ് സതീശനടക്കമുള്ളവരുടെ, ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ളവരുടെ ഒരു മുന്നിലുണ്ടാകേണ്ടുന്ന പ്രധാനപ്പെട്ട വിഷയമെന്നാണ് ശ്രീ കെ.സി. വേണുഗോപാൽ സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ലല്ലോ, MLA മാരായ ആരും മത്സരിക്കാൻ വേണ്ടി തിരക്ക് കൂട്ടേണ്ടതില്ല എന്നാണ് ഒരു പ്രസ്താവന പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ തരത്തിൽ പ്രസ്താവനകൾ പുറത്തേക്ക് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം UDFനകത്ത് തർക്കമുണ്ടോ തർക്കമില്ലയോ എന്നുള്ളതല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് സീറ്റുകൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവരെ സംബന്ധിച്ച് അവർ പുറത്തു നിൽക്കുകയും തങ്ങളുടെ ഇഷ്ടക്കാർക്ക് മാത്രം സീറ്റ് നൽകുകയും, എത്രയോ കാലങ്ങളായി UDFനകത്തെ പ്രധാനപ്പെട്ട പാർട്ടിയായ കോൺഗ്രസ് ഈ ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് അവരുടെ പാർട്ടി പോസ്റ്റുകൾ പോലും ആളുകൾക്ക് നൽകുന്നത്, വീതം വെച്ച് നൽകുന്നത്. എത്രയോ ആളുകൾ, ഉദാഹരണത്തിന് കൊച്ചി കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ പരിഗണനകളുടെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കപ്പെട്ടത്? എത്രയോ ആരോപണങ്ങളുണ്ടായി. തൃശ്ശൂരിൽ ആരോപണങ്ങളുണ്ടായില്ലേ? തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി ആരെ മേയർ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നുള്ള കാര്യത്തിൽ എത്രയോ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ കൊച്ചിയിലേക്ക് വന്നപ്പോൾ ജയിച്ചു വന്ന കോർപ്പറേഷനിൽ ആരാണ് കൗൺസിലർ ആകേണ്ടത് എന്നുള്ളത് എത്രയോ കാലം അവർ തർക്കിച്ചു. അവ സ്വാഭാവികമായും UDFനെ സംബന്ധിച്ച് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്
ഒരു കീറാമുട്ടിയാണ്. അത്ര ഈസിയല്ല അവരുടെ സ്ഥാനാർത്ഥി നിർണയനവും അവരുടെ മുന്നണിയിലേക്ക് ഉള്ള ആളുകൾ തന്നെ. ഇപ്പോൾ ജോസ് കെ മാണി എത്രയോ നാളുകളായി UDF-നോടൊപ്പം വരും എന്ന് അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. അവിടെയും നടക്കുന്നില്ല. അടി നടക്കുകയാണ്. അവിടെയും അടി നടക്കാൻ വരുന്നില്ലല്ലോ. ഇപ്പോൾ UDF-ലേക്ക് വരണ്ട എന്നാണ് ജോസഫ് വിഭാഗം പറയുന്നത്. ശ്രീ മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾ വലിയ യുദ്ധപ്രഖ്യാപനം നടത്തല്ലേ. അപ്പോൾ പാർട്ടികൾക്കകത്ത് മുന്നണിക്കകത്ത് ഈ തരത്തിലുള്ള തർക്കങ്ങൾ വലിയ രീതിയിൽ പോകുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ വരികയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. പക്ഷേ 5-ാം മന്ത്രിയെ സംബന്ധിച്ചും 6-ാം മന്ത്രിയെ സംബന്ധിച്ചും ഉപമുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒക്കെ എത്രയോ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് സ്വാഭാവികമായും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അവരത് പരസ്യമായി തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ NSS അത് ഇതിലും മാന്യതയുണ്ട്, തമ്മിലടിക്കുന്നതിലും മാന്യതയുണ്ട്. അവർ ഡയറക്റ്റ് ആവശ്യപ്പെടുകയാണ്, അവർക്ക് മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ വേണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ SNDP NSS യോജിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നു. അവർ ഒരുമിച്ച് പോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടായി, സാമൂഹിക സാഹചര്യമുണ്ടായി. രാഷ്ട്രീയമല്ല, സാമൂഹിക സാഹചര്യമാണ് സ്വാഭാവികമായും രൂപപ്പെട്ടത്. ഇടതുപക്ഷ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും UDF-മായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അവർ എടുക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരു ഏകീകരണത്തിന് വേണ്ടിയാണ് NSS-ഉം SNDP-യും ശ്രമിച്ചത്. പക്ഷേ UDF അതിനെ തുരങ്കം വെച്ചു, LDF-ഉം അതിനെ തുരങ്കം വെച്ചു. ആ രണ്ട് പ്രധാനപ്പെട്ട സാമൂഹിക ശക്തികൾക്ക് ഒരുമിച്ച് വരാനുള്ള സാഹചര്യത്തെ ഇല്ലാതെയാക്കി, ഒരു വലിയ ഏകീകരണത്തിനുള്ള സാധ്യതകൾ ഇല്ലാതെയാക്കി. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ തരത്തിൽ നടക്കുന്ന ഒരു കുൽസിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആകാനായിട്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിക്കുകയും വേണ്ട, അതൊന്നും പരിഗണിക്കില്ല എന്നുകൂടി ഈ പറയുന്ന KC വേണുഗോപാൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം KC വേണുഗോപാൽ കേരളത്തിൽ പറന്നിറങ്ങിയിട്ടാണ് ഈ പറയുന്നത് പോലെ കറി മീൻകറിയാണോ, ഉപ്പുണ്ടോ, മുളകുണ്ടോ, ഡെലിവറി ബോയുടെ ബാക്കിൽ കയറിയിരുന്നു കൊണ്ട് അവരുടെ ദുരിതങ്ങളും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന KC വേണുഗോപാലിനെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അല്ല, ഇത് ഈ സോഷ്യൽ മീഡിയയുടെ പ്രചരണം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് കൊടുത്തുകൊണ്ട് താനാണ് സ്ഥാനാർത്ഥി എന്ന് പറയേണ്ട, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വാർത്ത കൊടുക്കണ്ട എന്നൊക്കെ പറയുന്ന ആളുകൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യം വരുമ്പോൾ അതെല്ലാം മറക്കല്ലേ. മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയാണ് വരുന്നത്, ഡൽഹിയിൽ നിന്ന് വന്നിറങ്ങുന്നത്. എനിക്ക് അങ്ങനെ ഒരു ലക്ഷ്യമൊന്നും ഇല്ല എന്നാണ് KC പറഞ്ഞത്. പക്ഷേ കൃത്യസമയത്ത് KC ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളും അങ്ങനെയല്ലേ UDF-ൽ പറയുന്നത്, ഞാനല്ല മുഖ്യമന്ത്രി, വേറെ ആളാണ് മുഖ്യമന്ത്രി എന്നാ പറയുന്നത്. അതല്ല എന്ന് പറയുന്നതാണ് വാർത്ത. അതല്ല എന്ന് പറയുന്നതാണ് UDF-നെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയപരമായിട്ടുള്ള ഞാൻ തന്നെയാണ് എന്നുള്ള വാർത്ത. അപ്പോൾ സ്വാഭാവികമായും അതിൽ കാണേണ്ടത് രാഷ്ട്രീയ പ്രചരണമാണ്, സോഷ്യൽ മീഡിയ പ്രചരണമാണ്. ഇനി ഇയാൾ വന്നാൽ മാത്രമേ രക്ഷപ്പെടൂ UDF എന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം. ഇപ്പോൾ UDF-നകത്ത് തങ്ങളാണ് ഇനി മുഖ്യമന്ത്രിയാകേണ്ട, സർക്കാർ ഭരിക്കേണ്ട, സർക്കാർ ഉണ്ടാക്കേണ്ട മുന്നണിയും പാർട്ടിയും എന്നവർ സ്വയം വാർത്താമാധ്യമങ്ങളിലൂടെ പറയാൻ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കാൻ, ഇതിനൊക്കെ അവർക്ക് അവകാശമുണ്ട്. അതൊരു തർക്കവും ആ കാര്യത്തിനകത്തില്ല. പക്ഷെ രാഷ്ട്രീയ സാഹചര്യവും യാഥാർത്ഥ്യവും അതിനോട് യോജിച്ച് വരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ പൊതു സാഹചര്യം. ഉദാഹരണത്തിന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ പെർസെൻറ്റേജ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണമാണ് വർദ്ധിച്ചത്, വോട്ടിൻ്റെ പെർസെൻറ്റേജിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടില്ല, ഒരു വ്യത്യാസവും കാര്യമായി ഉണ്ടായിട്ടില്ല. ഇനി രണ്ടാമത്തത്, അത് അസംബ്ലി സീറ്റുകളുടെ സെഗ്മെൻറ്റുകളുടെ രീതിയിലേക്ക് കൺവെർട്ട് ചെയ്യപ്പെട്ടാൽ അവിടെയും വലിയ മുന്നേറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ BJP എന്ന് പറയുന്ന മുന്നണി കേരളത്തിലുണ്ടാക്കാൻ പോകുന്ന പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ട്. ആ പൊളിറ്റിക്കൽ സ്പേസ് BJP എടുക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായി വരുന്ന NDAക്ക് അനുകൂലമായി വരുന്ന രാഷ്ട്രീയ സാഹചര്യം എടുക്കുന്നതോടുകൂടി സ്വാഭാവികമായി UDF-ൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്ന്, LDF-നെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തോട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പൊതുസമൂഹം പ്രതികരിക്കുന്നത് അനുഭാവപൂർവമാണ്, അതിനനുകൂലമാണ് എന്നുള്ള പ്രചരണമാണ് അവർ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്രയോ വാർത്താ മാധ്യമങ്ങളുടെ ചാനലുകളുടെ എല്ലാം സർവേകൾ പുറത്തു വന്നു. അതിലെല്ലാം LDF-ൻ്റെ സ്ഥിതി പെരുങ്ങലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് രാഷ്ട്രീയം കൂടി വരുന്നു, BJP NDA രാഷ്ട്രീയം കൂടി ശക്തമായി മുന്നോട്ട് വരുന്നു, വികസനത്തിൻ്റെ രാഷ്ട്രീയം വരുന്നു എന്ന് പറയുമ്പോഴേ, അതായത് ഒരു മൂന്നാമതൊരു മുന്നണി കൂടി വരുന്നു എന്ന് പറയുമ്പോഴും അതൊരു പുതുമയാണ്.
അതിലേക്ക് ജനങ്ങൾക്ക് ഏറെ ആവേശത്തോടെ ജനങ്ങൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFിനേക്കാൾ ഇപ്പോൾ സതീശൻ പുതുയുഗ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിരുന്നാൽ പോലും അത് നടത്തുന്നത് കുറച്ചേറെ മുമ്പ് നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുമ്പിൽ നിൽക്കുന്നത് LDF തന്നെയല്ലേ? അതിലൊരു UDFിൻ്റെ പ്രചരണവുമായി മുന്നോട്ട് അവർ വന്ന് കോഴിക്കോട് കടന്നില്ല. അതിനു മുൻപേ തന്നെ അവരുടെ സ്റ്റേജിലുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ നമുക്കറിയാം. സ്നേഹത്തല്ലായിരുന്നു അത്. സ്നേഹത്തല്ലാണ്, ഞങ്ങൾ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചതാണ് എന്നൊക്കെയാണല്ലോ അവർ കഴുത്തിനൊക്കെയാണ് പിടിക്കുന്നത്. അങ്ങനെയാണല്ലോ അവർ പറയുന്നത്. അപ്പോൾ അത് ഇനി തിരുവനന്തപുരം എത്തുമ്പോൾ എന്താവും എന്നുള്ളത് കണ്ടറിയണം. 2 LDF നടത്തുന്ന 3 ജാഥകളുണ്ട്. കേരളത്തിലെ 3 സ്ഥലങ്ങളിൽ 3 മേഖലകളായി തിരിച്ച് അവർ ജാഥകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രചരണം കേന്ദ്ര പദ്ധതികൾ സംസ്ഥാന പദ്ധതികളായി അവതരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വികസനത്തിൻ്റെ തെറ്റായൊരു പ്രചരണം മാത്രമാണ്. ഇത് എത്രയോ കാലങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള നാഷണൽ ഹൈവേ അല്ലെങ്കിൽ അതിനുവേണ്ടി ചിലവാക്കിയിട്ടുള്ള പണം അത് മുഴുവൻ തങ്ങളുടേതാണ് എന്ന് പ്രചരിപ്പിക്കുക. കുടുംബാരോഗ്യ ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് കുടുംബശ്രീ പദ്ധതികൾ പോലെയുള്ള പദ്ധതികൾ ഇതെല്ലാം തങ്ങളുടേതാണെന്ന് പ്രചരിപ്പിക്കുക. അത് കഴിഞ്ഞ ദിവസം LDFിൻ്റെ വനിതാ നേതാക്കന്മാർ അവർ കുടുംബശ്രീയെക്കുറിച്ച് നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ വളരെ ആഘോഷിച്ചൊരു വിഷയമാണ്. ആലപ്പുഴയിൽ ജനിച്ച കുഞ്ഞാണ്. അതെ, എത്രയോ ശക്തമായി സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാണ്. അപ്പോൾ ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒറിജിനലായി നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വികസന പദ്ധതി, ആ വികസന പദ്ധതി ജനങ്ങൾ അംഗീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറും. ഉദാഹരണത്തിന് കേരളത്തിൽ ശബരി റെയിൽപാത ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നു. കേരളത്തിന് എയിംസ് ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. തത്വത്തിൽ എയിംസ് കേരളത്തിന് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ എയിംസ് കൊണ്ടുവരാനുള്ള സ്ഥലം മാത്രമാണ് തർക്കത്തിൽ നിൽക്കുന്നത്. ആ സ്ഥലവും കൃത്യമായി അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് നൽകിയാൽ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുമെന്നുള്ളത് ഉറപ്പ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഏത് പദ്ധതിയും, ഏത് വികസന പദ്ധതി, കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ പൂർണ്ണമായും നവീകരിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്യാണ്. ഒന്ന്, കൊല്ലത്തിൻ്റെ MP ശ്രീ പ്രേമചന്ദ്രൻ, അദ്ദേഹം കേരളത്തിൻ്റെ വികസനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന നടപടിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതിയല്ലോ എന്താണ് വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാൻ. ശ്രീ പ്രേമചന്ദ്രൻ പറയുന്നത് കേരളത്തിലെ വികസനത്തിന് ഇത്രയധികം, റെയിൽവേ വികസനത്തിനാണെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനത്തിന്, റോഡുകളുടെ വികസനത്തിന് ഇത്രയധികം പണം ചെലവാക്കുകയും ഇത്രയധികം പദ്ധതികൾ പൂർത്തീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ നേരിട്ട് കാണുകയല്ലേ. ഒരു MP ഇത് പറയുമ്പോൾ, അതും കൊല്ലത്തിൻ്റെ BJP വിരുദ്ധനായ ഒരു MP ഇത് പറയുമ്പോൾ അത് ജനങ്ങൾ കേൾക്കുകയാണ്, വികസനം ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ ഇതൊരു മാറ്റമാണ്, വലിയ മാറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇതിൽ UDFിൽ നടക്കുന്ന തർക്കങ്ങൾ എന്നുള്ളത് അധികാരത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ. അത് എത്രയോ കാലങ്ങളായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. അതിനപ്പുറത്തേക്ക് അതിനൊരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല.